നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് അയർലൻഡ് ഈ ആഴ്ചയിൽ എന്ന പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 2 തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യത്തേത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരുന്ന ബ്രിട്ടീഷുകാർക്ക് അവരെ ഭരിക്കാൻ ഒരു വെള്ളക്കാരനല്ലാത്ത വ്യക്തി, അതും അവർ അടിമകളായി കണ്ടിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി, അവർക്കൊക്കെ സങ്കല്പിക്കാവുന്നതിലും വലുതായിരുന്നു. അതിൻ്റെ ഫലമായാണ് ഒരുവിധം നല്ല ഭരണം കാഴ്ചവെച്ച ഋഷി സുനക്കിനെ തൂത്തെറിഞ്ഞ് കെയർ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി മഹാഭൂരിപക്ഷം സീറ്റുകളും കരസ്ഥമാക്കി അധികാരത്തിലേക്ക് എത്തിയത്. മറ്റൊരു പ്രധാന പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഫ്രാൻസിലായിരുന്നു. അവിടെ ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിനാണ് മുന്നേറ്റം. അവിടെ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കാണ് സാധ്യതയും. അയർലൻഡിൽ നിന്നുള്ള പ്രധാന ന്യൂസ് നോക്കുകയാണെങ്കിൽ, അയർലൻഡിൽ ജോലി നഷ്ടപ്പെടുന്നവർക്ക് ഇനി പ്രത്യേക സർക്കാർ ധനസഹായം. ഈ ബിൽ അയർലൻഡ് പാസാക്കി. ഈ വാർത്തയുടെ വിശദവിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതുവരെ ഉണ്ടായിരുന്നത് അയർലൻഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജോലി നഷ്ടമാവുകയാണെങ്കിൽ ജോബ് സീക്കേഴ്സ് അലവൻസ് എന്ന പേരിൽ ആഴ്ചയിൽ 232 യൂറോ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് ഒരിക്കലും ജോലി ചെയ്യാത്തവർക്കും കുറച്ചു കാലം ജോലി ചെയ്തിട്ട് ജോലി നഷ്ടമായവർക്കും കിട്ടുന്നത് ഒരു തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാസാക്കിയ പുതിയ നിയമപ്രകാരം അയർലൻഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ 5 വർഷമെങ്കിലും PRSI അടച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൻ്റെ 60% ധനസഹായം കിട്ടുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം. ആഴ്ചയിൽ പരമാവധി 450 യൂറോ വരെ ഇങ്ങനെ ആദ്യത്തെ 3 മാസവും, പിന്നീടത് 55% അപ്പോൾ പരമാവധി 375 യൂറോ വരെയും അടുത്ത 3 മാസം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീടുള്ള 3 മാസം 50% നിരക്കിൽ ആഴ്ചയിൽ 300 രൂപ വരെ കിട്ടുകയും ചെയ്യും. ഇത് 5 വർഷവും അതിന് മുകളിലും ജോലി ചെയ്തവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ 2 വർഷം മുതൽ 5 വർഷം വരെയാണ് ജോലി ചെയ്തിട്ടുള്ളതെങ്കിൽ മുൻ വരുമാനത്തിൻ്റെ 50% എന്ന നിരക്കിൽ ഏകദേശം 300 യൂറോ വരെ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം. നേരത്തെ ഇത് എല്ലാവർക്കും തുല്യമായിരുന്നു. അതായത് ഏറെക്കാലം അയർലൻഡിൽ ജോലി ചെയ്തവർക്കും ഇതുവരെ ഒരു ജോലിയും ചെയ്യാത്തവർക്കും ലഭിക്കുന്ന തൊഴിൽ രഹിത ധനസഹായം. അതുകൊണ്ട് തന്നെ ഇത് നല്ലതല്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് പുതിയ ബിൽ രൂപീകരിക്കാൻ കാരണം എന്ന് സാമൂഹിക സുരക്ഷാ വകുപ്പ് മന്ത്രി ഹേദർ ഹംഫ്രീസ് അറിയിച്ചു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ നാൾ കഠിനാധ്വാനം ചെയ്ത് PRSI വഴി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയവർക്ക് പെട്ടെന്ന് ജോലി നഷ്ടമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സഹായകമാണ് പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റു ചില അപ്ഡേറ്റുകളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.